ഹലോ, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഓൾറെഡി എങ്ങനെ പറയുന്നതാണ് ജ. ജസ്റ്റ് ജ. ജ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനിങ് സ്പാനിഷിലുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മളത് സ്പാനിഷിൽ വൈ എ യാ എന്നും പറയാം, നമുക്ക് ജ എന്നും പറയാം. എങ്ങനെയാണത് നമ്മൾ സ്പാനിഷിൽ അത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ജ. ജ എന്ന് പറയാൻ ഓൾറെഡി ജസ്റ്റ് ഓക്കെ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഞാൻ പറയുകയാണ് ജബോയ്. ജബോയ്. ജബോയ് എന്ന് പറഞ്ഞാൽ ഐ എം കമ്മിങ്. ആരെങ്കിലും നമ്മളെ വിളിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഡോർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പറയാം ജബോയ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി വരുന്നു, അങ്ങനെയുള്ള അർത്ഥമാണ്. ജ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി സ്ട്രെങ്ത് കൂടുന്നുണ്ട് ആ വരുന്നതിന്. ജബോയ് ഐ എം കമ്മിങ്. ഇനി നമുക്ക് ജബേങ്കോ എന്ന് പറഞ്ഞാലോ, ബോയ്ക്ക് വരെ ജബേങ്കോ. ജബേങ്കോ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഐ എം കമ്മിങ് തന്നെയാണ്, അല്ലെങ്കിൽ ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഇപ്പം നമ്മളൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാനിപ്പോൾ തന്നെ ഐ വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ജബേങ്കോ. ജബോയ് ജബേങ്കോ സെയിം മീനിങ് ആണ്. ഈ ബോയ് ബേങ്കോ എന്ന രണ്ട് വെർബുകളും IR എന്ന ബേസിക് വെർബിൽ നിന്നാണ് ഈ ബോയ് ബേങ്കോ എന്ന വെർബ് നിങ്ങൾ കൊഞ്ചുഗേറ്റ് ചെയ്തതാണ്. മനസ്സിലായി? അയ്യോട് കോഞ്ചുഗേറ്റ് ചെയ്തതാണ്. അപ്പം ഈർ എന്ന് പറയും. ഈർ എന്ന് പറഞ്ഞാൽ IR എന്നൊരു വെരി ഇറഗുലർ വെർബാണ്. അതിൻ്റെ ഈർ ബേസിക് വെർബാണ്. അത് തനിയെ നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ടു ഗോ എന്നാണ്. ടു ഗോ. അടുത്തത് ജബേയോ. ജബേയോ അത് ഐ സി. ഓ ജബേയോ എന്ന് പറഞ്ഞാൽ ഓ ഐ സി, എനിക്ക് മനസ്സിലായി, ഓ അങ്ങനെയാണോ എന്നൊക്കെ മലയാളത്തിൽ പറയില്ല. ഓ ഐ സി. ബേയോ, VEO ആണെങ്കിൽ നമ്മൾ ബേയോ എന്നാണ്. ആ വെർബ് വന്നിരിക്കുന്നത് ബർ എന്നൊരു വെർബിൽ എന്ന് പറഞ്ഞാൽ ബർ ഇയാളിൻ്റെ എന്നൊരു ബേസിക് ഉള്ള ബർ എന്ന് പറഞ്ഞാൽ ടു സീ എന്നാണ്. ബർ ഇൻഫിനിറ്റീവ് വെർബാണ്. ബർ ടു സീ. അതിൽ നിന്നാണ് ഈ ബേയോ എന്നൊക്കെ. ബേയോ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രോനൗൺ ഐ ആണ്. അപ്പം ബേയോ, ജബേയോ. ഇനി ജ എസ്താ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ ഓർ ദാറ്റ് ഈസ് ഇറ്റ്. ജ എസ്താ, ഇറ്റ്സ് ഓക്കെ ഓർ ദാറ്റ് ഈസ് ഇറ്റ്. പിന്നെ പറയും ഇങ്ങനെ ജ. ഓ ജ ജ ജ എന്ന് പറഞ്ഞാൽ ഓക്കെ ജ ജ. അല്ലെങ്കിൽ ചിലപ്പോൾ ജായ്ക്ക് മതി, ജ മതി, അങ്ങനെയും വരും. അപ്പം ഈ ജ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് മീനിങ്, ഒത്തിരി മൾട്ടിപ്പിൾ മീനിങ് തരുന്ന ഒരു ചെറിയ ഒരു വേർഡാണ് ജ. ജ ഓക്കെ, ജ മതി, ജ അത്ര മതി, ഇപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ഓക്കെ. അതിനൊക്കെ അർത്ഥം ഈ ജാക്കകത്ത് വരുന്നുണ്ട്. ശരിക്കും അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അല്ലെങ്കിൽ ഓക്കെ എന്നാണ്. ഇനി ഇവിടെ ഞാൻ വേറൊരു ബോയ് ആ കൊമേർ. ഞാൻ ഈ ബോയ് ആ കൊമേർ എന്ന് പറയുന്ന കാരണമുണ്ട്. ഇവിടെ നമ്മൾ ജബോയ് ഐ എം കമ്മിങ് എന്ന് വന്നില്ല പറഞ്ഞില്ല. അപ്പോൾ ഈ ജബോയ് ഐ എം കമ്മിങ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഈ ജ ഇട്ടപ്പോൾ, ജസ്റ്റ് ജബോയ്. പക്ഷേ നമ്മൾ ഈ ജ ഇടാതെ നമ്മളിപ്പോൾ പറയുകയാണ് ബോയ് ആ, പിന്നെ ഒരു ഇൻഫിനിറ്റീവ് വെർബ്, ഒരു ബേസിക് വെർബ് അതിനോട് ആഡ് ചെയ്യുവാണെങ്കിൽ ആ ബോയുടെ അർത്ഥം അവിടെ മാറി ഐ ആം ഗോയിങ് എന്നാവും. രണ്ട് ഡിഫറെൻറ്റ് മീനിങ്. ഐ എം കമ്മിങ് നമ്മൾ ബോയ് യൂസ് ചെയ്ത്, ഐ എം ഗോയിങ് നമ്മൾ ബോയ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോയ് എന്ന ഒരൊറ്റ വേർഡ് നമ്മൾ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ദ ബോയ് ഐ എം കമ്മിങ്. ഇപ്പം ഞാൻ പിന്നെ പറയുകയാണ് ബോയ് ആ, ഫോർ എക്സാമ്പിൾ ആ കൊമേർ. കണ്ടോ, കൊമേർ നമ്മൾ ഇയാൾ എൻ്റെ എന്നൊരു ബേസിക് വെർബാണ്, ടു ഈറ്റ് ആണ്. അപ്പോൾ ബോയ് ആ കൊമേർ എന്ന് പറയുന്നത് ഐ ആം, ജസ്റ്റ് ബോയ് ഐ ആം ആണ്. ഐ എം ഗോയിങ്, നോട്ട് ഐ ആം ഗോയിങ്. ഒറ്റ ഐ ആം ഗോയിങ് എന്നുള്ള ഒറ്റ വേർഡാണ് ബോയ്, VOY. അപ്പോൾ ബോയ് ആ കൊമേർ എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ഈറ്റ്.
ഇപ്പം ഞാൻ പറയാം voy a trabajar, I'm going to work. Voy a correr, I'm going to run. ഇനി voy a hablar, I'm going to speak. Voy a decir, I'm going to say. അപ്പം ഈ voy a കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ബേസിക് വെർബ് ആസ് ഈസ്, അതൊരു കൊഞ്ചുഗേഷൻ ഇല്ലാണ്ട് ചേഞ്ച് ഇല്ലാണ്ട് ഇയാറിലാവട്ടെ അയ്യാറിലാവട്ടെ ഇവിടെ എന്ത് ചെയ്യുന്ന വെർബം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ടു ഈറ്റ് അങ്ങനെ തന്നെ വരും. ഐ ആം ഗോയിങ് ടു ഈറ്റ്, ഐ എം ഗോയിങ് ടു സിറ്റ്, ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ബോയ് ആ ദോർമീർ, അങ്ങനെ മനസ്സിലായില്ല. അപ്പോൾ ബോയ്ക്ക് നമ്മൾ ഇയാറിലെ വെർബ് അയ്യാറിൽ എന്ത് ചെയ്യുന്ന ഒരു അയ്യാർ ആണ് ബേസിക് വെർബ്. ആ അയ്യാറിൽ നിന്ന് കൊഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴാണ് ബോയ് വരുന്നത്. അപ്പോൾ ബോയ് കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ടു വട്ടവർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്യരുത്. ബോയ് ഐ എം കമ്മിങ്, ബോയ് ആ കൊമർ ഐ എം ഗോയിങ് ടു ഈറ്റ്. മനസ്സിലായോ? ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ഈ ബോയ്. ഈ അയ്യാർ എന്ന വെർബ് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്. അതിൻ്റെ കൊഞ്ചുഗേഷൻ ഇറഗുലർ കൊഞ്ചുഗേഷനാണ്. അത് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ബോയുടെ ആ ഡിഫറൻസും പിന്നെ ജാ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള 2 കാര്യമാണ് ഞാൻ മെയിനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എന്താണ് ഞാൻ പറഞ്ഞത്? ജാ മേ ബോയ്. and അവിടെ ഞാൻ ബോയ് പറഞ്ഞു, അവിടെ ജാ ഐ ആം ഓൾറെഡി മേ ലീവ്, ഐ എം ലീവിങ് ഫ്രം ദിസ് ക്ലാസ്. ജാ മേ ബോയ്, hasta luego, adiós y take care.